നമസ്കാരം. 16 വർഷം മുമ്പ് മലയാളി പുരുഷന്മാരാൽ കൂട്ടത്തോടെ പീഡിപ്പിക്കപ്പെട്ട സൂര്യനെല്ലിയിലെ പെൺകുട്ടി ഈ 32ാം വയസ്സിലും അനുഭവിക്കുന്ന തുടർ പീഡനങ്ങളുമായി ഈ ആഴ്ചത്തെ കാഴ്ചപ്പതിപ്പ് നമ്മൾ ആരംഭിക്കുന്നു. പതിനാറ് വർഷം മുമ്പ് കേരളത്തിലെ പുരുഷന്മാരാൽ കൂട്ടത്തോടെ പീഡിപ്പിക്കപ്പെട്ട സൂര്യനെല്ലിയിലെ പെൺകുട്ടിക്ക് ഇപ്പോൾ 32 വയസ്സ്. അവിവാഹിത. ബൈപ്പാസ് സർജറി കഴിഞ്ഞ് അച്ഛനും വാർദ്ധക്യ പീഡകളാൽ അമ്മയും. ഒരേ ഒരു ചേച്ചിക്ക് ഇതുവരെയും വിവാഹം കഴിഞ്ഞിട്ടില്ല. ഒരു പ്രതിയെ ഒഴികെ മറ്റെല്ലാ പ്രതികളെയും ഹൈക്കോടതി പച്ചയ്ക്ക് വെറുതെ വിട്ട കേസ് സുപ്രീം കോടതി ഇപ്പോൾ വീണ്ടും പരിഗണിക്കാൻ ഒരുങ്ങുന്നതിനിടയിൽ അന്നത്തെ പീഡനകാലത്തിന് ശേഷം സർക്കാർ ആ പെൺകുട്ടിക്ക് നൽകിയ പ്യൂൺ ജോലി ഇല്ലാതാക്കാനും പെൺകുട്ടിയെ പണാപഹരണ കേസിൽ കുടുക്കി മോശക്കാരിയാണ് എന്ന് വരുത്താനും ആരൊക്കെ ശ്രമിക്കുന്നു എന്ന അന്വേഷണമാണ് ഇന്ന് കാഴ്ചപ്പതിപ്പ് നടത്തുന്നത്. നമ്മുടെ എമർജിംഗ് വ്യാമോഹങ്ങൾക്കിടയിൽ സൂര്യനെല്ലിയിലെ പെൺകുട്ടിയും അവളുടെ അച്ഛനും അമ്മയും നയിക്കുന്ന തടവ് ജീവിതവുമായി ഈ ആഴ്ചത്തെ കാഴ്ചപ്പതിപ്പ് നമ്മൾ ആരംഭിക്കുന്നു. ഹൃദയ സംബന്ധമായ ചികിത്സ കഴിഞ്ഞിരിക്കുന്ന എൻ്റെ പിതാവും മാതാവും വളരെ അസ്വസ്ഥരാണ്. എന്നെ മനഃപൂർവ്വം തെറ്റുകാരിയായി ചിത്രീകരിക്കാനും എൻ്റെ ജോലി നഷ്ടപ്പെടുത്താനുമുള്ള ശ്രമമാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിൽ. ഇനി ഒരു പ്രശ്നത്തെ നേരിടാനോ കേസിലകപ്പെടാനോ ഉള്ള ആരോഗ്യമോ സമ്പത്തോ മനസാന്നിധ്യമോ എനിക്കോ എൻ്റെ മാതാപിതാക്കൾക്കോ ഇല്ല. അതുകൊണ്ട് എൻ്റെ പേരിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ വിമോചിതയാക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പതിനാറ് വർഷം മുമ്പ് കേരളത്തിലെ യുവാക്കളും വൃദ്ധരുമടക്കമുള്ള 42 പുരുഷന്മാരാൽ ബലാത്കാരമായി പീഡിപ്പിക്കപ്പെട്ട സൂര്യനെല്ലിയിലെ പെൺകുട്ടി 15 വർഷങ്ങൾക്ക് ശേഷം 2011 മാർച്ച് 8-ന് അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് അയച്ച അപേക്ഷയാണ് ഇത്. കേരളം കണ്ട ഏറ്റവും വലിയ ആദ്യത്തെ കൂട്ടപീഡന പരമ്പരയ്ക്ക് ശേഷം എല്ലാ പ്രതികളും പുല്ലുപോലെ രക്ഷപ്പെട്ട കേസിലെ ഒരേയൊരു ഇര VSന് അയച്ച കത്ത്. പീഡനങ്ങൾക്ക് ശേഷം തരിമ്പ് ദയ തോന്നി സർക്കാർ തനിക്ക് നൽകിയ പ്യൂൺ ജോലി നഷ്ടപ്പെടുത്തല്ലേ എന്നായിരുന്നു കത്തിലെ അപേക്ഷ. ഈ കത്ത് കരഞ്ഞുകൊണ്ടെഴുതാൻ സൂര്യനെല്ലിയിലെ പെൺകുട്ടിയെ അല്ല, ഇപ്പോൾ 32 വയസ്സുള്ള സൂര്യനെല്ലിയിലെ യുവതിയെ പ്രേരിപ്പിച്ച സംഭവങ്ങളെക്കുറിച്ച് പറയാൻ വീണ്ടും നമ്മൾക്ക് അതേ പഴയ ഛർദ്ദിപ്പിക്കുന്ന കഥകൾ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു. ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് ചീത്ത ഓർമ്മകൾക്ക് കൂടി ബാധകമാണല്ലോ. 1996 ജനുവരി 16 ഇടുക്കി ജില്ലയിലെ സൂര്യനെല്ലി ഗ്രാമത്തിൽ നിന്ന് 16-കാരിയായ വിദ്യാർത്ഥിനിയെ രാജു എന്ന ബസ് കണ്ടക്ടർ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു. 96 ഫെബ്രുവരിയിൽ അഡ്വക്കേറ്റ് ധർമ്മരാജൻ, ഉഷ എന്നിവർക്ക് ബസ് കണ്ടക്ടർ രാജു പെൺകുട്ടിയെ കൈമാറി. പിന്നീട് അങ്ങോട്ട് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് 40 ദിവസത്തിനിടെ 42 പേർ പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി. 41-ാം ദിവസം ശരീരം മുഴുവൻ പഴുത്തും ചോര വാർന്നും പെൺകുട്ടിയെ രക്ഷിതാക്കൾക്ക് തിരിച്ചു കിട്ടി. 1999 സൂര്യനെല്ലി കേസ് മുൻനിർത്തി സംസ്ഥാനത്താദ്യമായി സ്ത്രീപീഡന കേസുകൾക്കായി പ്രത്യേക കോടതി രൂപവൽക്കരിച്ചു. സിബി മാത്യൂസിനായിരുന്നു അന്വേഷണ ചുമതല. ഈ പ്രത്യേക കോടതി സൂര്യനെല്ലി കേസിലെ മുഖ്യപ്രതികളായ 36 പേർക്ക് 13 വർഷം വരെ തടവ് ശിക്ഷ വിധിച്ചു. പക്ഷേ 2005 ജനുവരിയിൽ കേരള ഹൈക്കോടതി 35 പ്രതികളെയും പച്ചയ്ക്ക് വെറുതെ വിട്ടു. പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ 40 ദിവസവും പീഡിപ്പിക്കപ്പെടുമോ, പെൺകുട്ടിക്ക് രക്ഷപ്പെടാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്നിങ്ങനെയുള്ള പരിഹാസ്യമായ സ്ത്രീവിരുദ്ധ നിലപാടുകളോടെയായിരുന്നു ആ വിധി. സൂര്യനെല്ലിയിലെ പെൺകുട്ടിക്ക് 2000-ൽ അന്നത്തെ VS സർക്കാർ ദേവികുളം IAC ഓഫീസിൽ പ്യൂണായി ജോലി നൽകി. പിന്നീട് ചങ്ങനാശ്ശേരി സെയിൽസ് ടാക്സ് ഓഫീസ് സർക്കിൾ 1-ലേക്ക് സ്ഥലം മാറ്റപ്പെട്ട പെൺകുട്ടി തുടർന്ന് സർക്കിൾ 2-വിലും പ്യൂണായി ജോലി ചെയ്തു. പ്രതികളെ വെറുതെ വിട്ട ഹൈക്കോടതി വിധിക്കെതിരെ 2005 നവംബറിൽ സൂര്യനെല്ലിയിലെ പെൺകുട്ടിയും സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. 2012-ൽ ഇനിയുള്ള ഏതു ദിവസം വേണമെങ്കിലും സുപ്രീം കോടതി ഈ ഹർജി പരിഗണിക്കാനിരിക്കെ
2010 VS സർക്കാരിന്റെ കാലത്തു തന്നെ സൂര്യനെല്ലിയിലെ പെൺകുട്ടിക്കെതിരെ സ്വന്തം ഓഫീസിലെ സാമ്പത്തിക തിരിമറിയുടെ പേരിൽ ആരോപണമുയർന്നു. അതേ സർക്കാരിന്റെ കാലത്ത് വാണിജ്യ നികുതി വകുപ്പ് ഈ കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നതിനെ തുടർന്ന് 2011 നവംബർ 4 സൂര്യനെല്ലിയിലെ പെൺകുട്ടിക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തു. ആദ്യഘട്ടത്തിൽ സൂര്യനെല്ലിയിലെ പെൺകുട്ടിയെ ഒഴികെ കുറ്റക്കാരായി കണ്ട 3 പേരെ കേസിൽ നിന്ന് ഒഴിവാക്കി. 2012 ഫെബ്രുവരി 5 തിങ്കളാഴ്ച പതിവ് പോലെ ചങ്ങനാശ്ശേരി സെയിൽസ് ടാക്സ് ഓഫീസിലേക്ക് ജോലി ചെയ്യാൻ നടന്നു പോകുമ്പോൾ റോഡിൽ വെച്ച് ക്രൈംബ്രാഞ്ച് പോലീസ് സൂര്യനെല്ലിയിലെ പെൺകുട്ടിയെ പണാപഹരണ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഓഫീസിൽ നിന്ന് ബാങ്കിൽ അടയ്ക്കാൻ 3 ഘട്ടങ്ങളിലായി കൊടുത്തയച്ച 2,26,006 രൂപ അടച്ചില്ല എന്നതായിരുന്നു കേസ്. ഇന്റേണൽ ഓഡിറ്റിൽ സംഭവം വെളിച്ചത്തായ ഉടൻ പെൺകുട്ടി പണം തിരിച്ചടച്ചെന്നായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്ത ക്രൈംബ്രാഞ്ചിന്റെ നിലപാട്. ഫെബ്രുവരി 18 വരെ പെൺകുട്ടിയെ ജയിലിലടച്ചു. ജയിലിൽ കിടന്നതിന്റെ പേരിൽ പെൺകുട്ടിയെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ 6 മാസം കഴിഞ്ഞിരിക്കുന്നു 32-കാരിയായ സൂര്യനെല്ലിയിലെ യുവതിയെ പ്യൂൺ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ട്. പഴയ സൂര്യനെല്ലി പീഡന കേസിലെ പ്രതികളെ വെറുതെ വിട്ട നടപടി പുനഃപരിശോധിക്കണം എന്ന ഹർജി സുപ്രീം കോടതി അടുത്തു തന്നെ പരിഗണിക്കാൻ പോകുമ്പോൾ പെൺകുട്ടിക്കെതിരെ പണാപഹരണ കേസെടുത്ത് ജയിലിലിട്ട് ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിനെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് കേരളത്തിലെ പൊതുസമൂഹം നിശബ്ദമായി ഇരിക്കേണ്ടതുണ്ടോ? ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാം, ഒരു പണാപഹരണം നടത്താനുള്ള കപ്പാസിറ്റി ആ കുട്ടിക്കില്ല. അത് വെറും അവിടെ തന്നെ അന്ന് നാനാ സർക്കാർ ഒരു ജോലി കൊടുത്തൊരു ഒരു അറ്റൻഡറായിട്ട് ജോലി ചെയ്യുക. അപ്പോൾ ഒരു അറ്റൻഡറെ സംബന്ധിച്ച് ഇത്രയും 1-2 ലക്ഷം രൂപ മറ്റാരും അറിയാതെ അപഹരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പ്രത്യേകിച്ച് ഈ കുട്ടിയെ സംബന്ധിച്ച് ഒരിക്കലും നടക്കില്ല. അതിനുള്ള കപ്പാസിറ്റിയോ മിടുക്കും ആ കുട്ടിക്കില്ല. വളരെ വളരെ നിഷ്കളങ്കയാണ്. കണ്ടാൽ നമുക്ക് ശരിക്കും ഒരു മുയൽക്കുഞ്ഞിനെ പോലെ തന്നെ ഇരിക്കും. നല്ല തടിച്ചു വീർത്ത ഒരു മുയൽക്കുഞ്ഞ്, അതേമാതിരി ആ കണ്ണുകൾ നോക്കിയാലും ഒക്കെ അങ്ങനെ ഇരിക്കും. ആ പെൺകുട്ടിയാണ് കൊണ്ടുപോയി കസ്റ്റഡിയിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. അവിടെ അവർ പറഞ്ഞ പേപ്പറുകളിലെല്ലാം, വെറുതെ വെള്ള പേപ്പറുകളിലെല്ലാം അവൾ ഒപ്പിട്ട് കൊടുത്തു. ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, സുപ്രീം കോടതിയിൽ വരുന്ന കേസിന് മുന്നിൽ ഇവളൊരു പൊതുവെ ഒരു മോശം ക്യാരക്ടറുള്ള ഒരാളാണ്, മോഷണവും മറ്റു തരത്തിലുള്ള എല്ലാ വഴിവിട്ട അല്ലെങ്കിൽ വഴിപിഴച്ച ഇടപാടുകളുള്ളൊരു പെൺകുട്ടിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം. ഈ കുട്ടി മാത്രമായിട്ട് അതിനകത്ത് എങ്ങനെ കുറ്റക്കാരിയാകും? കുട്ടി സസ്പെൻഡ് ആയി, 7 മാസമായി കുട്ടി സസ്പെൻഡ് ആയിട്ട്. മേലെ ഒരു ഓഫീസറെ സംബന്ധിച്ച് ഒരു സീനിയർ ഓഫീസർ ഉണ്ടല്ലോ, ആ ഓഫീസർ അടക്കമുള്ള ആളുകൾ ശിക്ഷയിൽ നിന്ന് ഒഴിവായി. ഈ പണാപഹരണ കേസ് വന്നതിന് ശേഷം ആ കുട്ടി എന്നെ വന്ന് കണ്ടിരുന്നു. കേസ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. നടത്താമെന്ന് ഞാൻ ഏറ്റിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ റെക്കോർഡ്സ് ഒന്നും ഞാൻ കണ്ടില്ല. ഒരു റെക്കോർഡ്സും കാണേണ്ട കാര്യമില്ല. ആ കുട്ടിയെ സംബന്ധിച്ച് പണം അപഹരിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ കുട്ടി ബാങ്കിൽ പണം അടയ്ക്കാൻ കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ 2 പേരാണ്, 2 ലാസ്റ്റ് ഡേറ്റ് ജീവനക്കാർ, 2 പിയൂണുമാരാണ്. ഇവളും വേറൊരു കുട്ടിയുണ്ട്, വേറൊരു സ്ത്രീയുണ്ട്. അപ്പോൾ അവർ മാറി മാറിയാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇവൾ പറയുന്നത് ആ സ്ത്രീ കൊണ്ടുപോയ ചെല്ലാനും ഇവളുടെ പേരിലാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സാധാരണ കൊണ്ട് ചെല്ലാൻ റെസിപ്റ്റ് കൊണ്ടുപോയി ഇവിടെ ഫയൽ ചെയ്യേണ്ടതാണ്. ഈ ഫയലിൽ ഈ റെസിപ്റ്റുകളൊന്നും കാണാനില്ല. ഒരു നിശ്ചിത ടേൺ ഓവർ ഉള്ള കമ്പനികൾ അവരുടെ ടാക്സ് ഓൺലൈൻ വഴി അടയ്ക്കണമെന്ന് തീരുമാനിക്കപ്പെട്ടതിന് ശേഷവും, കേരളത്തിൽ മുഴുവൻ ഈ ഓഫീസിൽ തന്നെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ തുടങ്ങിയതിന് ശേഷവും, കേരളം മുഴുവൻ അതിലേക്ക് മാറ്റപ്പെട്ടതിന് ശേഷവും എന്തിനാണ് ഈ കുട്ടിയുടെ കയ്യിൽ പണം കൊടുത്തു വിട്ടത്? അതൊരു പോയിന്റ്. 2 എന്ന് പറയുന്നത്, അതിനു മുമ്പാണെങ്കിൽ തന്നെ ഇവരുടെ തന്നെ നിയമം അനുസരിച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് 50,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന തുക ഒരു പിയൂണിൻ്റെ കൈവശം കൊടുത്തുവിടാൻ പാടില്ല എന്നാണ് അവരുടെ നിയമം. അപ്പോൾ ഈ ആരോപണ വിധേയമായിരിക്കുന്ന 3 ചെല്ലാനിലെയും തുക 50,000-ന് മേലെയാണ്. അതുപോലെ ഈ സെയിൽ ടാക്സിലെ വളരെ ക്യാരക്ടറുള്ള ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഈ യാതൊരുവിധ ബ്ലെമിഷും കൈക്കൂലി മേടിച്ചൊന്നും ആക്ഷേപം കേൾക്കാത്ത ചില ഉദ്യോഗസ്ഥന്മാർ എന്നെ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയെ എങ്ങനെ രക്ഷിക്കണം, അവൾ ചെയ്തതല്ല എന്ന് ചില ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഡെയിലി രജിസ്റ്റർ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. ഓഫീസിലെ സീനിയർ ഓഫീസർ ആരാണോ അദ്ദേഹം അത് ഡെയിലി വെരിഫൈ ചെയ്യേണ്ടുന്ന സംഗതിയാണ്. ക്യാഷ് അടച്ച് തിരിച്ചു വരുന്ന ചെല്ലാൻ അതിൻ്റെ അകത്ത് തുക രജിസ്റ്ററിൽ രേഖപ്പെടുത്തി, ചെല്ലാൻ നമ്പർ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി, തിരിച്ചു വരുന്ന 2 ചെല്ലാൻ ഫോം രജിസ്റ്ററിൽ അവർ ചേർത്ത് വെക്കേണ്ടതാണ്. അത് അങ്ങനെ ഒരു ഡെയിലി വെരിഫിക്കേഷൻ നടന്നിട്ടില്ല. പണം കൊണ്ട് ബാങ്കിൽ അടച്ചു കഴിഞ്ഞാൽ ബാങ്കിൽ പേയ്മെൻറ്റ് സ്ലിപ്പ് കൂടെ കൊടുക്കണമല്ലോ തിരിച്ച്. അത് അന്നേരം തന്നെ പല 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 ബുക്കിൽ പല അക്കൗണ്ടിൽ കയറി പോകേണ്ടതല്ലേ? ഇതെങ്ങനെയാണ് ഇവർ അറിയാതെ വരുന്നത്? എന്നിട്ട് ഈ പണം ആ കുട്ടിയെ കൊണ്ട് അടപ്പിച്ചു വരില്ല കൂടെ.
അന്നേരത്തേക്കും മറ്റു പ്രതികൾ രംഗപ്രവേശനം ചെയ്തിട്ടില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മറ്റ് ആളുകളെ പ്രതി ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഹർഷപ്പ് ചെയ്യാം, ഇതിനെ രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയെ കൊണ്ട് പണം അടപ്പിച്ചു. അപ്പോൾ ഈ കേസിന് ശേഷം ചില സംഘടനകൾ ഈ കുട്ടിക്ക് ചില പണം സംഭാവനകളൊക്കെ കൊടുത്തിരുന്നു. ബാങ്കിൽ FD ഉണ്ടായിരുന്നു, ആഭരണം ഉണ്ടായിരുന്നു. അതൊക്കെ വിറ്റിട്ടാണ് ഇവർ ഈ കാശ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ രേഖ എന്നെ കാണിച്ചിട്ടുണ്ട്. ഈ ഓഫീസിനെ സംബന്ധിച്ച് ആദ്യം നടക്കുന്ന പണാപഹരണ കേസുമല്ല ഇത്. ഈ കുട്ടി സസ്പെൻഡായി രണ്ടാമത്തെ ആഴ്ചയിൽ തന്നെ അവിടുന്ന് 1 ലക്ഷത്തിന് മേലെയുള്ള ഒരു തുകയുടെ ഒരു അപഹരണ വാർത്ത പത്രത്തിൽ വന്നിരുന്നു. ഒറ്റ ദിവസത്തെ വാർത്ത വന്നേ ഉള്ളൂ. പിന്നെ അതിനെ സംബന്ധിച്ച് ഒന്നും ഒരിടത്തും കേൾക്കുന്നില്ല. അപ്പോൾ ഈ കുട്ടിയുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥർ 2 ഓഫീസർമാരുണ്ട്, ഒരു ഹെഡ് ക്ലർക്കുണ്ട്. ഇവരൊക്കെയും തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ സംഭവിച്ചത് ഈ കുട്ടിയുടെ മേൽ മാത്രം കുറ്റാരോപണം നടക്കുകയുണ്ടായി. പിന്നെ അന്ന് തന്നെ ഇവർ കുടുംബസമേതം അന്ന് മുഖ്യമന്ത്രിയെ കാണുകയും VS അച്യുതാനന്ദനായിരുന്നു, മുഖ്യമന്ത്രിയെ കണ്ടു, തോമസ് ഐസക്കിനെ കണ്ടു. ഒരു അന്വേഷണം ഉത്തരവായി, ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണം. അപ്പോൾ അതിൻ്റെ അവസാനം ഉണ്ടായത് എല്ലാവരെയും പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ എന്നുള്ള നിലയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അതായത് 3 ജീവനക്കാർ ഈ കുട്ടി ഉൾപ്പെടെ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ. ഈ കുട്ടിയെ കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു, മറ്റുള്ളവരെ കാഞ്ഞിരപ്പള്ളി അങ്ങനെ അടുത്തൊക്കെ ട്രാൻസ്ഫർ ചെയ്തു വിട്ടു. അങ്ങനെ സ്വസ്ഥമായിട്ട് ഇവർക്ക് വേറെ ഒന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ഫെബ്രുവരി 6-ാം തീയതി ഓഫീസിൽ പോകാൻ റോഡിലിറങ്ങി ബസ് കാത്തു നിന്ന പെൺകുട്ടിയെ ഒരു പെട്ടെന്ന് വന്ന് പോലീസ് വന്ന് ജീപ്പ് നിർത്തി ആ ആൾക്കൂട്ടത്തിനിടയ്ക്കൊന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. പട്ടാപ്പകൽ അവർ ബസ് കയറാൻ ജോലിക്ക് പോകുന്നത് നാട്ടുകാർ മുഴുവൻ കാണേ ഒരു പെൺകുട്ടിയെ കള്ളനെ പിടിച്ചുകൊണ്ടുവന്ന് കൊണ്ടുപോകാന്ന് പറയുമ്പം അന്ന് വരെ അതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ആ ഭാഗത്ത് ആർക്കും തന്നെ ഇവളാണ് സൂര്യനെല്ലി കേസിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടി എന്ന് ആ നാട്ടുകാർക്ക് അറിയില്ലായിരുന്നു. അവരെ ആ കുടുംബത്തെ ആ പെൺകുട്ടിയെ സമൂഹത്തിന് മുന്നിൽ അവർ എക്സ്പോസ് ചെയ്തു പോലീസ് ആ നടപടിയിലൂടെ. എത്ര വൃത്തിഹീനമായൊരു പരിപാടിയാണത്. അവളുടെ പേരുൾപ്പെടെ പിറ്റേ ദിവസത്തെ പത്രങ്ങളിലെല്ലാം വന്നു. ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഷ്യത്തോടു കൂടി പത്രങ്ങളിലെല്ലാം വരികയുണ്ടായി. എന്നിട്ട് സംഭവിക്കുന്നത് റിമൈൻഡ് ചെയ്തു. ഞങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാം ശ്രമിച്ചു. പക്ഷേ 8 ദിവസം കസ്റ്റഡി തന്നെ ഇരുന്നു. കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയ ഒരു കള്ളക്കേസാണത്. ആ കള്ളക്കേസ് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ കോടതിയിൽ കേസ് നടക്കുകയാണല്ലോ. അപ്പോൾ കേസിൽ വിചാരണ നടക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് പ്രതികൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ ഇരയെ അതായത് ഇവളാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷി എന്ന് പറയുന്നത്, അവരെ വീണ്ടും അപകടത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ കേസിനകത്ത് തന്നെ ആ കുട്ടിയുടെ പല ടീച്ചേഴ്സ് സാക്ഷിയായിരുന്നു ഇതിൻ്റെ ക്യാരക്ടർ പറയാനായിട്ട്. അവരൊക്കെ പറഞ്ഞ ഒരു കാര്യം, ആര് എന്തു പറഞ്ഞാലും നോ എന്ന് പറയാനുള്ള കപ്പാസിറ്റി ആ കുട്ടിക്കില്ല. ആര് നിർബന്ധിച്ച് അതിനെക്കൊണ്ട് ആർക്കും എന്തും ചെയ്യിക്കാം. ഒരു റെസ്പോൺസും ഇല്ലാത്ത ഒരു അങ്ങേയറ്റം പാവം, വേണമെങ്കിൽ ഒരു മന്ദബുദ്ധിക്ക് ശകലം മുകളിൽ അങ്ങനത്തെ ഒരു കുട്ടിയാണ്. ഒരു സ്വന്തമായിട്ടൊരു കാര്യം ആലോചിച്ച് തീരുമാനിക്കാൻ പറ്റില്ല. അന്ന് ആ കേസിനകത്ത് തന്നെ ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയതാണ്. ഇപ്പോൾ ഈ കോടതിയിൽ പ്രതികൾ ഉയർത്തിയ ഒരു പ്രധാന വാദം, ഇങ്ങനെ ഒരാളെ ഈ നാട് കൂടെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ബഹളം വെച്ച് ആളെ കൂട്ടാൻ മേലെ രക്ഷപ്പെടാൻ മേലെ എന്നൊക്കെയുള്ള വാദം ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് അത് സാധിക്കുക എന്നുള്ളത് എനിക്കറിയാം, അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഞങ്ങളൊക്കെ സംശയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഒക്കെ വളരെ വേണ്ടപ്പെട്ട വിശ്വസ്തരായിട്ടുള്ള ആളുകൾ ഇതിനകത്ത് പ്രതിയാണ്. ഇപ്പോൾ സംശയിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിൽ വരികയും സുപ്രീം കോടതിയിൽ കേസ് ലിസ്റ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ കുട്ടിയെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുന്നത്. പകൽമാന്യന്മാരായ കുറേ രാഷ്ട്രീയ നേതാക്കളും പണക്കാരും വക്കീലന്മാരും മറ്റു ഉള്ളവരും ഒക്കെ ചേർന്നുകൊണ്ട് അവളെ 42 ദിവസത്തോളം തന്നെ പീഡിപ്പിക്കുകയും എന്നിട്ട് അവളെ മൃതപ്രായമാക്കിയിട്ട് അവൾക്ക് എന്തെല്ലാം രോഗങ്ങളായിരുന്നു, അവളെ ജീവൻ തിരിച്ചു കിട്ടുന്ന പോലും അച്ഛനും അമ്മയും വിചാരിച്ചിട്ടില്ല. ആ ഒരു അവസ്ഥയിൽ അവർ ആ അച്ഛൻ്റെ അമ്മയുടെയും മുന്നിൽ കളഞ്ഞിടുക ചെയ്തത്. ഇന്നൊക്കെയാണെങ്കിൽ അതിനെ കൊന്നുപോകുമായിരുന്നു, ശാരിയെ കൊന്ന പോലെ കൊന്നുപോകുമായിരുന്നു. അന്ന് ഈ പ്രതികൾക്ക് അറിയുമായിരുന്നില്ലായിരിക്കും എന്താ ഇത് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ടായിരിക്കും അച്ഛൻ്റെ അമ്മേനെ മുന്നിൽ കൊണ്ടിട്ട് കൊടുത്തത്. ആ അച്ഛനും അമ്മയും വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ഞങ്ങൾക്ക് നീതി കിട്ടും, ഞങ്ങളായിട്ടൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങളുടെ കുട്ടിയും തെറ്റ് ചെയ്തിട്ടില്ല, അവൾ ട്രാപ്പ് ചെയ്യപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നീതിക്ക് വേണ്ടി ഇത്രയും വർഷങ്ങൾ പോരാടിയിട്ട് അവർക്ക് കിട്ടിയതെന്താണ്? ഓരോ നിമിഷവും പീഡനങ്ങളാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെന്ന് കാണുമ്പോൾ കുട്ടി ഇങ്ങനെ വീർത്തിട്ടേ ശരീരം മുഴുവൻ പഴുത്തിട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. രക്ഷപ്പെടുമെന്നുള്ളത് തന്നെ ഞങ്ങൾക്കന്ന് ഭയമായിരുന്നു. ഇപ്പോൾ ഏതായാലും ഹൈക്കോടതി ഒരു വിധി പറഞ്ഞു.
അതനുസരിച്ച് പ്രതികൾ കുറ്റക്കാരല്ല. ഇപ്പോഴത്തെ നിയമം ഇപ്പോഴത്തെ ശരി അതാണ്. പക്ഷേ എനിക്ക് ആ കേസിനകത്ത് ചില ഹൈക്കോടതി വിധിയെ സംബന്ധിച്ച് എനിക്കുള്ള ഒരു പ്രഥമ ദൃഷ്ടിയുള്ളൊരു സംശയം ഞാൻ പറയാം. അതായത് ഈ ഏകദേശം 40 ദിവസത്തോളം ഈ കുട്ടി പ്രതികളുടെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് തിരിച്ചു വന്നതിന് ശേഷം ഡോക്ടർ പരിശോധിച്ചിട്ട് ഈ കുട്ടിയുടെ ഒരു മെഡിക്കൽ റിപ്പോർട്ടുണ്ട്. അതനുസരിച്ച് ഡോക്ടർ പരിശോധിക്കുമ്പോഴത്തേക്കും ഇവളുടെ പ്രൈവറ്റ് പാർട്സൊക്കെ അങ്ങേയറ്റം ഇൻഫെക്റ്റഡായി പഴുപ്പും ചോരയും ഒലിക്കുന്ന രീതിയിലായിരുന്നു ഡോക്ടർ കാണുമ്പോൾ. ആ കേസിനകത്ത് ഡോക്ടറുടെ മൊഴിയുണ്ട്. ഡോക്ടർ പറഞ്ഞത് ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അവസ്ഥ ഏറ്റവും കുറഞ്ഞ 2 ആഴ്ചത്തെ പഴക്കമുണ്ടെന്നാണ്. ഈ 2 ആഴ്ചക്കുള്ളിൽ നിരവധി പേര് ഈ കുട്ടിയെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും സമ്മതിക്കുമോ? ഈ അവസ്ഥയിൽ സമ്മതം കൊണ്ടാണ് ഇവരെല്ലാം ബന്ധപ്പെട്ടെന്ന് ലോകത്തിലാർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? ആർക്കും സാധിക്കത്തില്ല. എന്ന് വെച്ചാൽ അതുപോലെ ഇൻഫെക്റ്റഡാണ്. ആ ഡോക്ടർ എഴുതിയിരിക്കുന്ന ഓൺ ടച്ച് ഇറ്റ് വാസ് ബ്ലീഡിങ് എന്നാണ്. അപ്പോൾ ആ അവസ്ഥയിൽ നിരവധി പേര് ആ കുട്ടി ഒരു ദിവസം തന്നെ 3-4 പേര് വെച്ച് ആ കുട്ടിയെ ഉപയോഗിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് കൺസൾട്ട് ആകുന്നത്? അപ്പോൾ അവരുടെ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അച്ഛൻ പ്രായമായി, അമ്മയും പ്രായമായി. അച്ഛൻ PITന്ന് റിട്ടയർ ചെയ്താണ്. അമ്മ അന്ന് അവിടെ മൂന്നാർ തോട്ടത്തിൽ ഒരു ഡിസ്പെൻസറി ഉണ്ടായിരുന്നു, അതിലെ സ്റ്റാഫ് നേഴ്സാണ്. അവരും റിട്ടയർ ചെയ്തു. 2 പേരും കടുത്ത രോഗികൾ. 2 പേർക്കും ഹൃദ്രോഗമുണ്ട്. അച്ഛൻ പ്രമേഹ രോഗിയാണ്. കാലൊക്കെ പൊട്ടി മുറിഞ്ഞ് അതൊക്കെ പഴുത്ത് വ്രണമായി കാല് വലിച്ചു നടക്കുന്ന ഈ അച്ഛനാണ് ഈ കുട്ടി കൊണ്ട്. അത് കഴിഞ്ഞ് ഈ കേസ് ഇവിടെ ജാമ്യത്തിൽ വിടുമ്പോൾ ഉണ്ടായിരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചെന്ന് ഒപ്പുവയ്ക്കണം. ഈ അച്ഛനും അമ്മയും ഇവളെയും വലിച്ചുകൊണ്ട് പോകും. അവരെല്ലാവരും 6 അടി മണ്ണിലേക്ക് പോകുന്നത് വരെ ഒരു വിധത്തിൽ ഉറക്കത്തിൽ പോലും മറക്കാനാവാത്ത വിധത്തിലുള്ള അപമാനം ഏറ്റുവാങ്ങിയവരാണ് അവർ. അപ്പം അവരെ ആ കുട്ടിയെ വീണ്ടും ഇങ്ങനെ ഒരു കള്ളക്കേസ്, ഞാൻ വിശ്വസിക്കുന്ന ആ കുട്ടിക്ക് അങ്ങനെ ഒരു കളവ് നടത്താൻ പറ്റില്ല. ഞങ്ങൾക്ക് ഒന്നുമില്ല. ഞങ്ങൾക്ക് ഓണമില്ല. ഓണത്തിൻ്റെ സമയത്തായിരുന്നു. ഓണമില്ല, ക്രിസ്മസ് ഇല്ല, പെരുന്നാളില്ല. ഈ അമ്മ ഒരു സാമാന്യം നല്ലൊരു മധ്യവർഗ കുടുംബത്തിൽ ജനിച്ചൊരു സ്ത്രീയാണ് അവർ. എല്ലാം ഒരുപാട് ബന്ധുക്കളുണ്ട്. ഈ കോട്ടയത്ത് മണർകാട് ചുറ്റുവട്ടം കാഞ്ഞിരപ്പള്ളിയെല്ലാം ധാരാളം ബന്ധുക്കളുണ്ട്. ഈ ബന്ധുക്കളുടെ ഒരു വിശേഷങ്ങൾക്ക് ഇവരെ വിളിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ സോഷ്യലി എക്സ്ക്ലൂഡഡ് ആയിട്ടാണ് ഈ 16 വർഷമായിട്ട് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ സമൂഹത്തിൻ്റെ ഒരു സ്വഭാവം അതാണ്. ഒരു സംഭവം ഒരു ഇരയെ കിട്ടിക്കഴിഞ്ഞാൽ ഇരയെ കൊണ്ടാടും, ആഘോഷിക്കും, പത്രങ്ങളും എല്ലാവരും. പിന്നെ കോടതിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആ കോടതി ഇനി കൈകാര്യം ചെയ്തോളൂല്ലോ. കോടതി 16 കൊല്ലമായി. ഈ കുട്ടിയെ, ഈ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത കേരള സമൂഹത്തിനുണ്ട്. വെറുതെ പിന്നീട് നമ്മൾ ഒരുപാട് കേസ് കണ്ടു. ഐസ്ക്രീം കേസ്, മറ്റ് പല കേസുകളും കണ്ടു. ഈ കേസിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഈ കേസ്. ഈ കുടുംബം മറ്റേ കേസിലൊക്കെ നമുക്കറിയാം പല 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 പ്രശ്നങ്ങളും, രാഷ്ട്രീയ ഇടപെടലുകളും, വലിയ വ്യക്തികളുടെ ഇടപെടലുകളും, പ്രതികളുടെ ഇടപെടലുകളും, പിന്നെ വിക്ടിമിൻ്റെ കൂറുമാറലുകളും എല്ലാം നമുക്കറിയാം. ഇതിനകത്ത് ഇതൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യം മുതൽ ഈ കേസിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ് ഈ കുടുംബം. അതൊരു പിഞ്ചു പെൺകുട്ടിയെ ഈ വിധത്തിൽ ദിവസങ്ങളോളം കൊണ്ടുപോയി കൈകാര്യം ചെയ്ത ആളുകളെ അവരെ ഇപ്പോഴും സമൂഹത്തിൽ വളരെ മാന്യന്മാരായിട്ട് നടക്കുകയും ഈ കുട്ടി അനുനിമിഷം ബന്ധം നീറിയും അപമാനിതയായും ആ കുട്ടിയുടെ മാതാപിതാക്കളടക്കം കഴിച്ചു കൂട്ടുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരവസ്ഥ. ഈ പെൺകുട്ടിയുടെ ശമ്പളം അവർക്ക് വലിയൊരു കാര്യമായിരുന്നു. ദിവസം 500 രൂപയോളം വേണം അവർക്കൊരു മരുന്നുകൾ വാങ്ങി. അച്ഛനും അമ്മയ്ക്കും അത്രയ്ക്ക് ഉള്ള ഒരു അവശതയുണ്ട്. കുട്ടിക്കുമുണ്ട്, പ്രശ്നമുണ്ട്. പക്ഷെ ഇപ്പം ശമ്പളമില്ലാതെ 6 മാസം കഴിഞ്ഞു. ഈ 6-ാം തീയതി ആകുമ്പോഴത്തേക്ക് 6 മാസം കഴിഞ്ഞു. ഒരു മറുപടി, ഒരു പ്രതികരണവുമില്ല. ഈ ക്രൈംബ്രാഞ്ച് കേസ് ഈ അടുത്ത കാലത്ത് എങ്ങും എവിടെയും എത്തില്ല എന്നാണ് തോന്നുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ ഫാമിലി ഡീറ്റെയിൽസ് അന്വേഷിച്ച് വന്നത്. കേസിൻ്റെ ആദ്യ ഒരു പടിയാണല്ലോ അത്. അന്വേഷിച്ച് വന്നത് കഴിഞ്ഞ ദിവസമാണ്. അപ്പം ഞങ്ങൾക്ക് വീണ്ടും ഈ കേസിനെ കുറിച്ച് സംശയമുണ്ട്. ഈ സുപ്രീം കോടതിയിൽ കേസ് എടുക്കുന്നത് വരെ ഈ ക്രൈംബ്രാഞ്ച് കേസ് നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു ഉദ്ദേശമുണ്ടോ? കാരണം ഈ പെൺകുട്ടി ഇങ്ങനെയാണ്, കള്ളം പറയുന്നവളാണ്, പണാപഹരണം നടത്തുന്ന ആണ് എന്നൊക്കെ അവിടെ വാദിക്കത്തക്കവണ്ണം, പ്രതികൾക്ക് വേണ്ടി വാദിക്കത്തക്കവണ്ണം ഒരു കെണി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണോ? പൊതുസമൂഹത്തോട് നമ്മൾ എന്നാ പറയാനാ സാറേ? ഞാൻ 10-16 വയസ്സുള്ള കൊച്ചിനെ ഞാൻ സ്കൂളിൽ ഒരുക്കി വിട്ടേച്ചും ശനിയാഴ്ച ഹോസ്റ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നു. 16 തിങ്കളാഴ്ച പപ്പ കൊണ്ടുപോയി മൂന്നാഴ്ച വിട്ടിട്ട് ഓട്ടോയെ കയറ്റി ഹോസ്റ്റലിലോട്ട് വിടുന്നു. അന്ന് വൈകുന്നേരമാണ് ഇതിനെ കാണാതെ പോയത്. അത് കഴിഞ്ഞുള്ള
ഞങ്ങളുടെ കുറെ നാളത്തെ ജീവിതം ഒരു 10-16 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നത് പറഞ്ഞാൽ തീരുകയല്ല. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ മൂടി മറച്ചു വെച്ചോണ്ടിരിക്കണമായിരുന്നു. അതായിരുന്നു ഈ സമൂഹത്തോട് ചെയ്യേണ്ടത്. സമൂഹം നമ്മളെ ഇപ്പം ചുമ്മാ മനുഷ്യരിലെ ഏറ്റവും വില കുറഞ്ഞ ഒരു ഇത് അങ്ങനെയുള്ള ഒരു മതിപ്പാ. ഇവിടെ ഈ വയലോക്കംകാരൊന്നും നമ്മളോട് മിണ്ടത്തില്ല. ഒരുമാതിരി വലിയ കുടുംബക്കാർ തിരിഞ്ഞു പോലും നോക്കത്തില്ല. എന്നാന്ന് വെച്ചാൽ അവര് സംസ്കാരികളും ഞങ്ങളെ അതിലെ കീഴ്പ്പെട്ട ഈ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ അടിമകളാക്കി വെച്ചിരിക്കുന്നത് പോലെയുള്ള പെരുമാറ്റമാണ് നമ്മളോട്. ഇതെല്ലാം സഹിച്ച് ഞങ്ങൾ ഈ ജീവിക്കുന്ന ശവശരീരം കൊണ്ട് അങ്ങ് നടക്കുക എന്നേ ഉള്ളൂ. ഒരു കർക്കശമായ മതവിശ്വാസികളാണ്, കർശനമായ മതവിശ്വാസികളാണ്. എല്ലാ നേരവും പാട്ടും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. മതമുണ്ട്, പള്ളിയുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്, വിവിധ സ്ത്രീ സംഘടനകളുണ്ട്, NGOകൾ ധാരാളം പ്രവർത്തിക്കുന്നു. ഇവരാരും തന്നെ ഇവരുടെ ഒരു സഹായത്തിന് എത്തുന്നില്ല. വളരെ 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 ഒറ്റപ്പെട്ട് ഇപ്പോൾ ഈ വെള്ളത്തിൽ വീഴുന്നവർ ഏത് തുരുമ്പിലും കയറി പിടിക്കുമെന്ന മാതിരിയാണ് പലപ്പോഴും എന്നോട് അവർ പെരുമാറുന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൂര്യനെല്ലി കേസ്, ഞാൻ വിചാരിക്കാറുണ്ട് സൂര്യനെല്ലി കേസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ സ്ത്രീപീഡന പ്രശ്നമാണ്. ഇത്രയും വിപുലമായിട്ടുള്ള ഒരു സ്ത്രീപീഡന കേസ്. അതിനോട് നമ്മളെടുത്ത ഇത്തരം ഒരു നിസ്സംഗഭാവമല്ലേ കേരളത്തിൽ വീണ്ടും വീണ്ടും ഈ പീഡന കേസുകൾ ഇത്രയും ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അന്ന് ഹൈക്കോടതി നടത്തിയ ചില പരാമർശങ്ങൾ, ഈ പെൺകുട്ടിക്ക് എന്തുകൊണ്ട് പോകാതിരുന്നു, അവളുടെ കയ്യിൽ 50 രൂപ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെയാണ് ആ ജഡ്ജ്മെൻറ്റിൽ ചില പരാമർശങ്ങളുള്ളത്. അവൾ ഒരിക്കലും രക്ഷപ്പെടാൻ ശ്രമിക്കാതെത്തുന്നത്. ഇത്രയും സ്ത്രീവിരുദ്ധ കമൻറ്റുകളാണ് ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് കേരള സമൂഹം ഇനിയെങ്കിലും ഏറ്റെടുക്കുന്നില്ലെങ്കിൽ എനിക്ക് പേടിയുണ്ട്. അവരെന്നാണ് ആത്മഹത്യ ചെയ്യുക? ഞാൻ ഓരോ ദിവസവും പേടിച്ചിട്ടാണ് അവരെ വിളിക്കുമ്പോഴത്തേക്ക് എനിക്ക് പേടി, എന്താ സംഭവിച്ചത്? ഫോൺ കോൾ എൻ്റെ മൊബൈൽ വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയമാണ്. ഇതുപോലെ ഭീഷണികളായിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഒരു ഭീഷണിയില്ല ഞങ്ങൾക്ക്. കാരണം ഞങ്ങളെ ആർക്കൊണ്ട് ഒരു പ്രയോജനമില്ലല്ലോ. ഞങ്ങളെ ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും അതിന്റെ പുറകെ പിന്നെ അവര് വേണ്ടേ കുടുങ്ങാനായിട്ട്. ഞങ്ങൾ വെറും ശവങ്ങളല്ലേ, ജീവനുള്ള ശവങ്ങൾ എന്ന് മാത്രം. ഇരകൾ വീണ്ടും ഇരകളാക്കപ്പെടുകയും വേട്ടക്കാർ വീണ്ടും വേട്ട തുടരുകയും ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പതിപ്പിൻ്റെ ഈ എപ്പിസോഡിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്നേഹങ്ങളും ദേഷ്യങ്ങളും നിർദ്ദേശങ്ങളും ശകാരങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം കാഴ്ചപ്പതിപ്പ്, ജീവൻ TV, പാലാരിവട്ടം, കൊച്ചി 25. ഇമെയിൽ കാഴ്ചപ്പതിപ്പ്@jeevan.tv. ഫോൺ 8086009214. കാഴ്ചയിൽ പെട്ടുപോയവരെയും കാഴ്ചയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയും ഒരു കാഴ്ചയ്ക്കും വേണ്ടാത്തവരെയും കുറിച്ചുള്ള കാഴ്ചപ്പതിപ്പ് ഇനി അടുത്ത ശനിയാഴ്ച രാത്രി 10:30. നമസ്കാരം.